രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ തവണ ആളുകൾ ഉപയോഗിക്കുന്ന കോൺവെർസേഷൻ സ്റ്റാർട്ടർ, സംഭാഷണം തുടങ്ങാനുള്ള ടോപ്പിക് എന്താണെന്ന് അറിയാം? വെതർ, കാലാവസ്ഥയെ കുറിച്ചാണ് കൂടുതൽ ആളുകൾ സംസാരിച്ചു തുടങ്ങിയത്. കാര്യം ഇതൊരു ന്യൂട്രൽ ടോപ്പിക്കാണ്, ഈസി ആയിട്ട് റാപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിന്റെ കല്യാണത്തിന് പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ പരിചയക്കാരും ഇല്ല, നിങ്ങൾ കുറേ നേരം മൊബൈലിലൊക്കെ കളിച്ചിരിക്കും. പക്ഷേ അടുത്തിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങേണ്ട ഒരു ആവശ്യം വരും. ഈ കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പലതരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത് വന്നിരിക്കുന്നത് ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു റൂട്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഇന്റലക്ച്വൽ ആവണമെന്നുണ്ടെങ്കിൽ ആഗോളതാപനം, ഹനുമാൻ ജയന്തി, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റൂട്ടിൽ പിടിക്കാം. ഇനി ഇതേ ടോപ്പിക്ക് വേറൊരു തരത്തിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. എന്താ ചൂടില്ലേ? അതായത് ഭയങ്കര ചൂട് തന്നെ. ഇങ്ങനെ പോവാണെങ്കിൽ AC ഒന്നും ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനാന്ന് തോന്നുന്നു. നമ്മളെ വീട്ടിൽ ഇത്തവണ AC വെച്ചു, ഇപ്പൊ നല്ല കറണ്ട് ബില്ല് വന്നിട്ടുണ്ടാവല്ലോ. പിന്നെ അല്ലാണ്ട് 5000 രൂപ എത്തവണ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് സോളാർ വെക്കാം. ഇപ്പൊ എന്തൊക്കെയോ സബ്സിഡി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സംസാരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സോളാർ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫുൾ ടൈം ആയിട്ടും ഫ്രീലാൻസ് ഡീലറൊക്കെ ആയിട്ട് സോളാർ സെയിൽസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. മിക്ക സോളാർ കമ്പനികളും ഇങ്ങനെയുള്ള അവസരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങളുടെ കയ്യിലും ഇത്തരം ചില സ്കീമുകളുണ്ട്. വേണമെങ്കിൽ ഞാൻ നമ്മുടെ ടീമിനെ നിങ്ങളെ കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ സോളാർ സെയിൽസ് ഇന്നൊരു ഹോട്ട് കരിയർ ആണ്. ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തും. നിങ്ങളുടെ പരിചയത്തിൽ സംസാരപ്രിയരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യൂ, അല്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക് യു. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ.